ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിന്റെ പുത്രന്മാർ. റോമർ 8-ാം അതിന്റെ 15-ാമത്തെ വചനം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പരിശുദ്ധാത്മാവ് ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ നമ്മെ യോഗ്യരാക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പ്രേരണ നൽകുന്ന പുത്രത്വത്തിന്റെ ആത്മാവാണിത്. നാം മക്കൾ എന്ന പദവിയിൽ നിന്നും പുത്രന്മാർ എന്ന പദവിയിലേക്ക് വന്നിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അതിന്റെ 12 നാം ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലാണ് കാണപ്പെടുന്നത്. ഇവിടെ മക്കൾ എന്ന് പറയുന്നത് ശിശു എന്ന നിലയെക്കാട്ടിലും ചെറിയ കുട്ടി എന്ന നിലയെക്കാട്ടിലും കഴിഞ്ഞ് പുത്രന്മാർ എന്ന അവസ്ഥയാണ്. 1 കൊരിന്ത്യർ 3-ാം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ നിങ്ങൾ ഇന്നും ശിശുക്കളായിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കുറ്റപ്പെടുത്തുന്നത് കാണാം. അത് ജഡീകമായ ഒരു അവസ്ഥയാണ്. ആ ജഡീക അവസ്ഥ നമ്മെ ശിക്ഷാവിധിയിലേക്ക് നയിക്കും. ഗലാത്യർ 4-ാം അതിന്റെ 19 പൗലോസ് അപ്പോസ്തലൻ എന്റെ കുഞ്ഞു മക്കളെ എന്ന് വിളിക്കുന്നു. മക്കൾ എന്ന പദവിയിലേക്ക് എത്തിച്ചേരാത്ത ഒരു അനുഭവമാണ് കുഞ്ഞു മക്കൾ എന്നത്. ഗലാത്യർ 3-ാം അതിന്റെ 1 ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് അദ്ദേഹം അവരെ ശാസിക്കുന്നുണ്ട്. ശിശുക്കൾ എന്ന ജഡീകമായ അനുഭവമോ കുഞ്ഞുമക്കൾ എന്ന അവസ്ഥയോ ഇല്ലാത്ത മക്കൾ എന്ന ആത്മീയ അനുഭവത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അതിന്റെ 26 കർത്താവ് പറയുന്നു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന്. മക്കളുടെ അപ്പം എന്നാൽ ദൈവിക സൗഖ്യമാണ്. നാം മക്കൾ എന്ന പദവിയിലായിരിക്കുമ്പോൾ അത് പ്രാപിക്കുന്നു. പുറപ്പാട് 15-26 ഇസ്രയേൽ ജനത്തിന് കർത്താവ് ഇപ്രകാരം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന്. മക്കൾ എന്ന പദവിയെ കടന്ന് നാം പുത്രൻ എന്ന പദവിയിലേക്ക് വരണം. മക്കൾ എന്നാൽ ചിൽഡ്രൻ എന്നും പുത്രൻ എന്നാൽ സൺ എന്നുമാണ് അർത്ഥം. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന പുത്ര സുവികാരത്തിന്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 1-ാം അതിന്റെ 12 അനുസരിച്ച് മുകളിൽ പറഞ്ഞ വചനങ്ങളിലെല്ലാം ദൈവവചനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവവചനത്തിലൂടെയാണ് നാം ദൈവത്തിന്റെ മക്കളായി മാറുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയാണ് നാം പുത്രന്മാർ ആയി മാറുന്നത്. പുത്രൻ എന്നാൽ അവകാശം പ്രാപിക്കാൻ യോഗ്യതയുള്ളവനാണ് എന്ന് ഗലാത്യർ 4-ാം അതിന്റെ 6-7 വചനങ്ങളിൽ എഴുതിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ അവകാശത്തിന്റെ അച്ചാരമാണ് എന്ന് എഫേസ്യർ 1-ാം അതിന്റെ 14 പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മെ പുത്രന്മാർ എന്ന നിലയിൽ ദൈവത്തിന്റെ അവകാശം കൈപ്പറ്റാൻ തക്കവണ്ണമുള്ള സ്ഥാനത്തിരുത്തുന്നു. ഇസ്രയേൽ ജനത്തിനാണ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കാനുള്ള വാഗ്ദത്തം നൽകപ്പെട്ടത്. എന്നാൽ ഗലാത്യർ 3-ാം അതിന്റെ 29 എഴുതിയിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അതിന്റെ 9 യേശു പറയുന്നു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു, ഇവനും അബ്രഹാമിന്റെ മകനാണല്ലോ എന്ന് യേശു പറയുന്നു. ഇവിടെ അബ്രഹാമിന്റെ മകൻ എന്ന പദവിയിലാണ് ആ അവകാശമുള്ളത്. താൻ അന്യായമായി വാങ്ങിയതെല്ലാം 4 ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന് സക്കായി പറയുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അതിന്റെ 22 ഇസ്രയേൽ എന്റെ മകൻ, എന്റെ ആദ്യജാതൻ തന്നെ എന്ന് ഫറവോനോട് പറയുവാൻ ദൈവം മോശയ്ക്ക് കൽപ്പന നൽകുന്നു. ഒടുവിൽ ദൈവപുത്രനെ തന്നെ കൊലപ്പെടുത്തുവാൻ തുനിയുന്ന ഒരു സ്ഥാനത്തേക്ക് അവർ എത്തിച്ചേർന്നു. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അതിന്റെ 11-12 രാജ്യത്തിന്റെ പുത്രന്മാർ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും എന്ന ഒരു വിധി കൊണ്ടുവരപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. റോമർ 8-ാം അതിന്റെ 14 അനുസരിച്ച് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അതിന്റെ 44-45 വചനങ്ങളിൽ കർത്താവ് ദൈവപുത്രന്മാരുടെ യോഗ്യതയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ നിന്ദിക്കുന്നവർക്കും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിനു തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. ഈ സ്വഭാവ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാകുകയുള്ളൂ. റോമർ 8-ാം അതിന്റെ 23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്വന്തം ശരീരത്തെ വീണ്ടെടുക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ യഥാർത്ഥമായ പുത്രന്മാർ.
1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-17 അനുസരിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. ഏതു വിധേനയും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം, അതിനായി ഞാൻ സകലവും നഷ്ടമെന്ന് വെച്ച് ചവറെന്നെണ്ണുന്നു എന്ന് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-11 വചനങ്ങളിൽ എഴുതുന്നു. നമ്മൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കണം എന്നത് തന്നെയാണ് ദൈവത്തിന്റെ ലക്ഷ്യം. 1 പത്രോസ് 1:5 വിശ്വാസത്താൽ ദൈവത്തിന്റെ ശക്തിയാൽ കാക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കായി ആ അവകാശം സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ശിശുക്കൾ, ചെറിയ കുട്ടികൾ എന്ന അവസ്ഥകളെ നമ്മൾ ഒഴിവാക്കുക. മക്കൾ എന്ന ആത്മീയ അവസ്ഥയിൽ നമ്മൾ സൗഖ്യം പ്രാപിക്കാം. പുത്രന്മാരായി വളരാം. ശരീരത്തെ വീണ്ടെടുക്കാം. അവകാശം കൈവരിപ്പാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.